ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയേജ്. നമ്മുടെ ഇന്നുള്ളത് മസ്തേന്റെ CX-50 ഓൾ വീൽ ഡ്രൈവ് ആണ്. ഈ കിടക്കുന്ന വണ്ടിയാണ് ഒരു ഒരു ഗ്രീൻ കളറുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. 2025 മോഡലാണ്. നല്ലൊരു ഈഗിൾ ഐയോടുകൂടിയുള്ള നല്ലൊരു ഷാർപ്പ് ആയിട്ടുള്ള ബോഡി ലൈൻസ് ഒക്കെ വെച്ച അടിപൊളി ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു CX-50 വരുന്നത്. നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം പറഞ്ഞു കിട്ടുന്നില്ല. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സ്റ്റൈലിംഗിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിന് ഫ്രണ്ടിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോജക്റ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. കാണുന്ന പോലെ തന്നെ വളരെ എലഗന്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ആ ഡേ ടൈം റണ്ണിങ് ലാമ്പ് കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഗ്രില്ലൊക്കെ ആണെങ്കിലും നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ ഒരു ഗ്രില്ല് വരുന്നത്. അതുപോലെ ഈ നടുക്കിന്റെ മാസ്തേന്റെ ലോഗോ വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് താഴെയായിട്ട് ആ 360 ഡിഗ്രി ക്യാമറേന്റെ ആ ഒരു ക്യാമറ കാണാൻ പറ്റും. അതുപോലെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ നല്ല ബോൾഡ് ആയിട്ടും എലഗന്റ് ആയിട്ടും ഉള്ള ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിവിടെ ഈ ഒരു ബോഡി കളർ വരുന്നുണ്ട്. ബോഡി കളറിന് താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഫൈബർ ഫിനിഷ്, ബ്ലാക്ക് ഫൈബർ ഫിനിഷിലാണ് നമുക്ക് ഇതിന്റെ ഒരു അടിയിലെ ആ ഒരു ലിപ്പൊക്കെ വരുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ ഈ ഒരു ബോണറ്റിലൊക്കെ ആണെങ്കിലും വളരെ ഷാർപ്പ് ആയിട്ടുള്ള 2 ലൈൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഹുഡ് സ്കൂപ്പ് ഒക്കെ ആണെങ്കിലും, ഹുഡ് സ്കൂപ്പ് അല്ല, നമ്മുടെ ആ ഹുഡിന്റെ ആ മേളിലുള്ള ആ ഒരു ലൈൻ ഒക്കെ ആണെങ്കിലും വളരെ ഈ മൊത്തത്തിൽ ഈ ഒരു വണ്ടീന്റെ ആ ഒരു എലഗൻസ് മൊത്തത്തിൽ അതിന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടീന്റെ അപ്പീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര അപ്പീലിംഗ് ആണ്. നമ്മൾ ഈ ഒരു പുറത്തുനിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇതിന്റെ ബ്ലാക്ക് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഈഗിൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്കും കൂടെ ഇതിന് വരുന്നതുകൊണ്ട് തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും അതേ സമയത്ത് ലക്ഷറി ആയിട്ടും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 20 ഇഞ്ചിന്റെ ടയേഴ്സ് വരുന്നുണ്ട്. ഗുഡിയറിന് നല്ല അടിപൊളി. ഇതിന്റെ പ്രൊഫൈൽ വരുന്നത് 245 R20, അതാണ് അതിന്റെ ഒരു പ്രൊഫൈൽ വരുന്നത്. അതുപോലെ ഇതിന്റെ അലോയ് ഒക്കെ ആണെങ്കിലും വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ് വരുന്നത്. മൾട്ടി സ്പോക്ക് ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ സ്റ്റീൽ ഫിനിഷും കൂടെ ഉള്ള ഒരു അടിപൊളി നല്ലൊരു അലോയ് വരുന്നുണ്ട്. അതിന്റെ നടുക്കായിട്ട് നമ്മുടെ ആ ഒരു മാസ്തേന്റെ ലോഗോ കാണാം. പിന്നെ നമുക്ക് മേളിലോട്ട് വരുമ്പോഴത്തേനും വീലാർച്ചി വരുന്നുണ്ട്. വീലാർച്ചി ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വണ്ടികളിലൊക്കെ ആയതുകൊണ്ട് ആ SUV സ്റ്റാൻസിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അത് വളരെ അധികം സഹായിക്കുന്നുണ്ട്. പിന്നെ അവിടെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സൈഡ് മിറർ വരുന്നുണ്ട്. സൈഡ് മിറർ നമുക്ക് വരുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു മിറർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിററിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറാസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു CX-50 വരുന്നത്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഡോറിന്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ബോഡി കളേർഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ഹാൻഡിൽ വരുന്നത്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നമുക്ക് സൈഡിൽ നിന്ന് വരുമ്പോഴത്തേനും വളരെ സ്ലീക്ക് ആയിട്ടും വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്ലാഡിങ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും നല്ലൊരു ഫൈബർ ഫിനിഷിലൊക്കെയാണ് നമുക്ക് ആ ഒരു ക്ലാഡിംഗ് ഒക്കെ വരുന്നത്. അതുപോലെ നമ്മൾ ആ ഒരു സെക്കൻഡ് റോവിന്റെ ആ ഒരു ഗ്ലാസ് ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേനും ടിൻഡഡ് ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ബി പില്ലർ ഒക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് അതും കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെയൊന്നും കൂടുതൽ നമുക്ക് ആ ഒരു സ്റ്റൈലിങ്ങിലൊന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് ഒന്നുമില്ല. പക്ഷെ ബോൾഡ് ആയിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു വീൽ ക്ലാഡിങ് നമുക്ക് ഇതേപോലെ വളരെ ബോൾഡ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നതാണ്. നല്ല തിക്കായിട്ട് തന്നെ അത് ഇങ്ങനെ ബോഡീനെ റാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെയാണ് നമുക്ക് ബോൾഡ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു ബാക്ക് വരുന്നത്. 2025 ആണ്. നമുക്ക് അതിന്റെ ആ ഒരു പെർഫോമൻസ് ഓട്ടോ ഗ്രൂപ്പിന് നമുക്ക് ആ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുപോലെ ഒരു സർക്കിൾ ഷേപ്പ് ഉള്ള പോലെയാണ് നമുക്ക് ഇതിന്റെ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വരുന്നത്. നിങ്ങൾ ഈ ഒരു കാണുന്ന പോലെ തന്നെ വളരെ ക്രിസ്റ്റൽ എലമെന്റോട് കൂടിയുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും ആ CX-50ന്റെ നമുക്ക് ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഓൾ വീൽ ഡ്രൈവിന്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ നമുക്ക് റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. താഴേക്ക് ആണെങ്കിലും നമുക്ക് ആ ഒരു ഫൈബർ ഫിനിഷ് നമുക്ക് താഴെ കാണാൻ പറ്റും. റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ നമുക്ക് 2 ഡ്യുവൽ എക്സോസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ ഇപ്പുറ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്കൈ ആക്റ്റീവിന്റെ നമുക്ക് ആ ബാഡ്ജിങ് കാണാൻ പറ്റും. നമുക്ക് നടുക്കായിട്ട് മസ്താന്റെ ലോഗോ വരുന്നുണ്ട്. മേളിൽ നമുക്ക് വിൻഷീൽഡ് വൈപ്പർ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഷാർപ്പിൻ ആന്റിനയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അത്രയ്ക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇനി നോക്കാം.
നമുക്ക് ഇലക്ട്രോണിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇഷ്ടം പോലെ സ്ഥലം ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ഇഷ്ടം പോലെ ഇതിനകത്ത് സ്ഥലം വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു 4-5 പെട്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന അത്ര സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ടയേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ട്യൂബ്ലെസ് പക്ഷെ നമുക്ക് ടെമ്പററി യൂസിന് പറ്റിയ നമ്മുടെ ആ ഒരു ടയേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു സമ്മർ മാറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സമ്മർ മാറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ നമുക്കിവിടെ LED ലാംപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പുൾബാർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ആ ഒരു പുൾബാർ 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ചെറിയ ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ആ ചെറിയ ചെറിയ ഹുക്കുകൾ 2-4 സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർസൽ നെറ്റ്, നമ്മൾ ആ ഒരു നെറ്റൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നെറ്റിന്റെ ഹുക്ക് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ അപ്പുറ സൈഡിലൊക്കെ ആണെങ്കിലും നല്ല കൊടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെ ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇത് ഇലക്ട്രോണിക്കലി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യും. ഫ്യൂച്ചർ ലോഡർ ആണ്, ടെക് ലോഡർ ആണ് വണ്ടി. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതിന്റെ ഏകദേശം ഒരു ടോപ്പ് മോഡലാണ് നമുക്ക് ഇത് വരുന്നത്. നമുക്ക് ഇനി എന്തായാലും അകത്ത് കയറി അകത്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആ തണുപ്പത്തൊന്ന് ഓടി വണ്ടിക്കകത്ത് കയറി നമ്മൾ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്രീമിയം ഫിനിഷ് തന്നെയാണ്. ഫീലും നമുക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കാണുന്ന പോലെ തന്നെ ആ ഒരു ബ്രൗൺ സീറ്റും കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയംനെസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് സൈഡ് ഡോർ പാഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ആ ഒരു സൈഡ് ഡോർ പാഡിൽ നിന്ന് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ബ്രഷ്ഡ് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ബ്ലാക്ക് ബ്രഷ്ഡ് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും ബ്ലാക്കിൽ നമുക്കൊരു ബ്രൗൺ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതൊക്കെ നല്ലൊരു വണ്ടീന്റെ ഒരു പ്രീമിയംനെസ്സിനെ കുറച്ചും കൂടെ നമുക്കത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ലോക്ക് അൺലോക്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഡോറ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പുൾബാർ ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് മിറർ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ നിന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ അത്യാവശ്യം നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു 1/2 ലിറ്ററിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു സെൻസേഴ്സിന്റെ നമ്മൾ സെൻസർ ഓഫ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ക്യാമറ വ്യൂവിന്റെ ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ആ ക്യാമറ വ്യൂ ഇവിടെ ജെക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇത് കണ്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആ പാർക്കിംഗ് സെൻസേഴ്സ് പാർക്കിംഗ് അസിസ്റ്റിന്റെ ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. TCS ഓഫ് ഓൺ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മെമ്മറി സീറ്റ്സ് വരുന്നുണ്ട്. അതിന്റെ സെറ്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും AC വെൻസ് ആണെങ്കിലും നല്ലൊരു അടിപൊളി ഡിസൈനിലാണ് നമ്മൾ ഒരു ചെറിയൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു AC വെൻസ് നമുക്ക് ഇതിനകത്ത് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് യൂണിറ്റിന്റെ ബട്ടൺ നമുക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എൻഗേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ടാക്കോമീറ്റർ വരുന്നുണ്ട്. അതുപോലെ നടുക്കായിട്ട് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഹീറ്റിംഗിന്റെ ആ ഒരു ഗേജ് കാണാം. അതുപോലെ നമുക്ക് ഫ്യൂവലിന്റെ ഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ആ ഗേജ് ഒക്കെ ആണെങ്കിലും വളരെ നീറ്റ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതുപോലെ ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും വളരെ എന്താ പറയുക ഒരു 3 സ്പോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിന്റെ ആ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആയിട്ട് ആ മാസ്തേന്റെ ലോഗോ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എയർ ബാഗിന്റെ ആ ഒരു സിമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് മാസ്തേന്റെ കീ വരുന്നത്. നമുക്ക് പണ്ട് നമ്മൾ കണ്ടിരുന്ന മാസ്ത 3-ലൊക്കെ നമ്മൾ കണ്ടിരുന്ന അതേ ഒരു കീ ഫോബ് ആണ് നമുക്ക് ഇതിനകത്തും വരുന്നത്. ലോക്ക് അൺലോക്ക് അതുപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് താഴെ നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി ഫൈൻഡ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കീ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ആ ഒരു ഡാഷ്ബോർഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഡാഷ്ബോർഡിന്റെ ലേഔട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെന്റർ ആയിട്ട് വരുന്ന ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ ആ ക്യാമറ ഓൺ ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറാസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ അതൊന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു ഹോം ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ കാണുന്ന പോലെ തന്നെ നമുക്ക്
ഇങ്ങനത്തെ ഒരു ലേഔട്ട് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് വരുന്നത് ടച്ച് സ്ക്രീൻ അല്ല നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഈ ഒരു കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ മാറുന്ന കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വെഹിക്കിളിന്റെ ബാക്കി സേഫ്റ്റി സെൻസ് അതുപോലെ അലക്സ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിനകത്ത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി ലോഡഡ് ആയിട്ടാണ് ഈ വണ്ടി വരുന്നത്. എല്ലാ കാര്യങ്ങളും തന്നെ മാസ്ത ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിലയബിൾ ആണ് വണ്ടി, അതും വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമുക്ക് ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൽ നിന്ന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രഷ്ഡ് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ബ്ലാക്ക് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നല്ല ലെതർ എന്ന് പറഞ്ഞാൽ നല്ല ലെതർ ഫിനിഷ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ സോഫ്റ്റ് ടച്ച് ലെതർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ വണ്ടീന് ബാക്കി സ്ഥലങ്ങളിലൊക്കെ കണ്ട പോലെ ആ ഒരു സ്റ്റിച്ചിങ് ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ആ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ സിസ്റ്റം വരുന്നത്. 2 സോൺ ആണ്. നമുക്ക് അതിനനുസരിച്ച് സിങ്ക് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും ഹീറ്റഡ് ആൻഡ് കൂൾ സീറ്റ്സ് വരുന്നുണ്ട്. അത് 3 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ പാസഞ്ചർ സൈഡ് ആണെങ്കിലും അതുപോലെ ഡ്രൈവർ സൈഡ് ആണെങ്കിലും നമുക്ക് രണ്ടും കൂൾഡ് ആൻഡ് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു കിടുക്കം വണ്ടിയാണ്, റിലയബിൾ വണ്ടിയാണിത്. അതുപോലെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിന്റെ നമുക്ക് ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കുറച്ച് അടിയിലായിട്ടാണ് വരുന്നത്. നമുക്കത് സിംഗിൾ വേയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സിങ്കിന്റെ താഴെയായിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് സിസ്റ്റം ഓഫ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് കൺട്രോളിന്റെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു ഗിയർ ലിവർ വരുന്നത്. നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അതുപോലെ മാനുവൽ ആയിട്ട് ഓടിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തം കൺസോൾ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു മൊത്തം കൺസോൾ വരുന്നത്. ഡ്രൈവ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് സ്പോർട്ട്, നോർമൽ അതുപോലെ ഓഫ് റോഡ്, ഇങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു സെലക്ടർ വരുന്നത്. നമ്മൾ ആ ഒരു എന്താ പറയാ അക്യൂറയിലൊക്കെ കണ്ട പോലത്തെ ഒരു സെലക്ടർ ആണ്. അക്യൂറയിൽ നമ്മൾ ടച്ച് ആയിരുന്നു വരുന്നത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ടച്ച് അല്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക റോട്ടറി നോബാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേയിൽ ചേഞ്ചസ് വരും. അതിനകത്ത് ബാക്ക് ചെയ്യാനും അതുപോലെ നാവിഗേഷന്റെ 1 ടച്ച് എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്കിലേക്ക് 1 ടച്ച് ആയിട്ട് നമുക്ക് പോകാനുള്ളതും ഡെഡിക്കേറ്റഡ് ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് വരുന്നുണ്ട്, പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ഇത് വോളിയം കൺട്രോളിന്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ പോസ് ചെയ്യാനും അതുപോലെ ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേവറേറ്റ്സ് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റ്സ് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ കാണുന്ന പോലെ ഇൻഡക്ഷൻ ചാർജിങ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ നമുക്കൊരു നല്ലൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിന്റെ അകത്തൊക്കെ ആയിട്ടാണെങ്കിലും നല്ല സ്ഥലം വരുന്നുണ്ട്. അതിനകത്ത് 2 USB Type-C വരുന്നുണ്ട്. അത് അതിന്റെ അകത്തായതുകൊണ്ടാണ് നമുക്കൊരു കാണാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു ചെറിയ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് ആണ് വരുന്നത്. വളരെ പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ലെതറിന്റെ ഒരു ഫിനിഷ് ഒക്കെ ആണെങ്കിലും വളരെ സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു മാസ്ഡയുടെ CX-50 വരുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആണ്. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ലെമ്പർ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് ടിൽട്ട്, റീച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എൻ്റെ ഒരു അറിവ് കറക്റ്റ് ആണെങ്കിൽ ഇത് 8 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല അടിപൊളി സീറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല സീറ്റ്സ് ആണ്. നല്ല അതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് നല്ല നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അത്യാവശ്യം നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് ഇനി പാസഞ്ചർ സൈഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു AC വെന്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടണും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല നമ്മൾ അപ്പുറ സൈഡ് കണ്ട പോലെ തന്നെ വൃത്തിയായിട്ട് തന്നെ ലേഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ബോസിന്റെ നമുക്ക് പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് വരുന്നത്. പിന്നെ നമുക്കിതാ ഇവിടെ
നമ്മുടെ നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീസന്റ് സ്പേസ് ഉള്ള ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. ഗരാജ് ഓപ്പണർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. രണ്ട് സൈഡിൽ നമുക്ക് LED ലൈറ്റ്സ് വരുന്നുണ്ട്. ബാക്കി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് നമുക്ക് ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്. പാനോറമിക് സൺറൂഫ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബ്ലൈൻഡ്സ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്, ഗ്ലാസ് ഏരിയ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ലക്ഷറി ആയിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് സൺ വൈസർ വരുന്നുണ്ട്. അതിനകത്ത് മിറേഴ്സും അതുപോലെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പാസഞ്ചർ സൈഡിലും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ. നമുക്ക് ഇനി എന്തായാലും ബാക്കിൽ പോയിട്ട് ബാക്കിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ബാക്കിൽ കൊടുത്തേക്കുന്നത് നമുക്ക് ബാക്കിൽ പോയി നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നാട്ടിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കാനഡ ഉള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. നമുക്ക് ഇനി എന്തായാലും ബാക്കിൽ പോയി നോക്കാം. ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിലും ബാക്ക് സീറ്റ് ഒക്കെ ആണെങ്കിലും ഇൻസ്റ്റന്റ്ലി നമുക്ക് കംഫർട്ടബിൾ ആവുന്നുണ്ട്. നല്ല പൊസിഷൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊസിഷൻ കൊള്ളാം. അതുപോലെ സീറ്റിംഗ് ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്കൂപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കാനൊക്കെ ആണെങ്കിലും കൊള്ളാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിനകത്ത് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു വണ്ടിയാണ്. ഇതിന്റെ എഞ്ചിൻ സൈഡൊക്കെ ആണെങ്കിലും 2.5 ലിറ്ററിന്റെ ഒരു എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഈ ഒരു ബാക്കിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡോർ പാഡ് ഒക്കെ ആണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു താഴോട്ട് നമ്മൾ ഈ ടച്ച് ആൻഡ് ഫിനിഷ്, നമ്മൾ ഈ കൈ വെക്കുന്ന സ്ഥലമൊക്കെ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ഒരു ലെതർ ഫിനിഷിലാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു നമുക്ക് വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ ആണെങ്കിലും വളരെ സ്റ്റഡി ആയിട്ടുള്ള നല്ല ഗ്രാബ് ഹാൻഡിലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 1/2 ലിറ്ററിന്റെ ഒക്കെ ഒരു എന്താ പറയുക ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. എയർ വെൻസിന്റെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും ഹീറ്റഡ് സീറ്റ്സ് 3 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഇവിടെ 2 USB ടൈപ്പ് സിന്റെ ചാർജിങ് പോർട്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു പാസഞ്ചർ സൈഡിന്റെ ബാക്കിലായിട്ട് നമുക്ക് ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയൊരു ഫയൽ ഫോൾഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ബാക്കിലെ വ്യൂ വരുന്നത്. ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു സീറ്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ, ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്ന പോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇത് കാണുന്ന പോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു മൊത്തത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയംനെസ് നമുക്ക് നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ കോട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന കോട്ട് ഹാങ്ങർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റേ സൈഡിലാണെങ്കിലും സെയിം ആയിട്ടാണ് നമുക്ക് ഇതേ ഒരു ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിന്റെ ബാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് നമുക്കൊരു എന്താ പറയാ നമ്മുടെ ഒരു മിനി ടൊയോട്ട വണ്ടിയാണ് നമുക്ക് ഈ ഒരു മാസ്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷറിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിലയബിലിറ്റിന്റെ കാര്യത്തിലും ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ CX50 എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചറുകളുണ്ട്. 360 ഡിഗ്രി ക്യാമറ ആണെങ്കിലും ബാക്കിലെ സീറ്റിൽ ഹീറ്റിംഗ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫീച്ചറുകളും സൺറൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിസിഷൻ ഹോണ്ട മിസിസാഗ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അവിടെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ ടീച്ചറിനുണ്ട്, നമ്മുടെ ഇവിടെ യൂസ്ഡ് കാർ ഡിപ്പാർട്ട്മെന്റിലെ മാനേജറാണ് പുള്ളിയോടൊക്കെ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് വണ്ടി എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ താഴെ നമ്മുടെ DM ചെയ്താലും മതി. നമ്മൾ എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഡീലിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒണ്ടാരിയോയിലുള്ള ഏറ്റവും നല്ലൊരു ഡീല് തന്നെ അവർക്ക് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് വണ്ടി നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ ഒരുപാട് വണ്ടികളും ഒരുപാട് ഇൻവെന്ററി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. യൂസ്ഡ് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്ത് നോക്കുക. നമുക്കിനി എന്തായാലും ചെറിയൊരു ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. നമുക്കിനി എന്തായാലും ഒരു ചെറിയ ഡ്രൈവ് പോയിട്ട് വരാം. ചെറിയ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡ്രൈവ് ആണ്. നമുക്ക് ഇതിന്റെ ചെറിയ പെർഫോമൻസ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്പോർട്ടി ആയിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. 2.5 ലിറ്റർ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി SUV കൂടിയാണ് നമ്മുടെ ഈ ഒരു
മാസ്തേന്റെ CX-50 വരുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആണ്. സ്നോയിലൊക്കെ പുല്ല് പോലെ ഓടിച്ചോണ്ട് പോവാം. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഓടിച്ചോണ്ട് പോകാൻ പറ്റും. നല്ല ഒരു അടിപൊളി വണ്ടിയാണ് ഈ സാധനം. ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുക. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ യൂസ്ഡ് വരുന്ന വണ്ടികളാണ്. ഈ ഒരു വണ്ടി യൂസ്ഡ് ആണ്. നമുക്ക് 17,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടിയാണിത്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ DM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്ത് തരാം. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നല്ല ഓടിച്ചോണ്ട് പോകാനാണെങ്കിലും നല്ല സുഖമായിട്ട് ഓടിച്ചോണ്ട് പോവാം. നല്ല റെസ്പോൺസും ഒക്കെ ഉള്ള വണ്ടിയാണിത്. പാർക്കിംഗ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫ്ലോലെസ്ലി നമുക്ക് ഇത് പാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫ്ലോലെസ്ലി നമുക്ക് എന്താ പറയാ പാർക്ക് ചെയ്യാനും ഒരു എന്താ പറയാ നമുക്ക് സാധാരണ ഏതൊരാൾക്കും നമുക്കിത് വളരെ ഫ്ലോലെസ്ലി നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു ഫാമിലിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതുപോലെ നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒക്കെ ആണെങ്കിലും നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ബാക്കിലെ സീറ്റിന്റെ ലക്ഷറി ഒക്കെ ആണെങ്കിലും നല്ല ലക്ഷറി ആണ്. അതുപോലെ ഈ ഒരു വണ്ടീന്റെ നമുക്ക് റിലയബിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടൊയോട്ട പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്കാ ടൊയോട്ട അല്ല, ബട്ട് സ്റ്റിൽ ഇതൊരു ടൊയോട്ട പ്രൊഡക്റ്റ് ആണ് ഈ മസ്ത. അതുകൊണ്ട് തന്നെ നമുക്ക് റിലയബിലിറ്റിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുത്തില്ല. അതുപോലെ ഒരുപാട് ഫീച്ചറുകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വണ്ടിയാണ് നമുക്കിത്. നമ്മൾ ഈ സാധാരണ വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ തീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്